ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എക്സൽ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചത് വന്നതുപോലെ ഇപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളടച്ച് കൈകുപ്പിക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പച്ച, അങ്ങയുടെ പാതപെടുത്തിങ്കിൽ അടികളെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യേശു കർത്താവിലെ ശിഷ്യന്മാരെ കുറിച്ച് പഠിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് അടുത്തൊരു ശിഷ്യനെ കുറിച്ച് പഠിക്കുവാനായിട്ട് അടികളെ പ്രാപ്തരാക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവെ, ദൈവത്തിനെ പഠിക്കാൻ അടികളെ ബലപ്പെടുത്തണം, പഠിപ്പിക്കുവാൻ അടിയനെയും ബലപ്പെടുത്തണം കർത്താവെ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. നിന്റെ കരങ്ങളിൽ സർവ്വതും ഏൽപ്പിക്കുന്നു. നിന്റെ സാന്നിധ്യം അടികളോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചാണ്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത വ്യക്തിയാണ്, അതായത് അൽഫയുടെ മകനായ യാക്കോബ്. ഈ യാക്കോബിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ചെറിയ യാക്കോബ് എന്നാണ് പറയുന്നത്. ഈ യാക്കോബിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഈ യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അധികമൊന്നും രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷം പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ലേഖനങ്ങളിലോ എങ്ങും അധികമൊന്നും രേഖപ്പെടുത്താത്ത ശിഷ്യന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് ഈ അൽഫയുടെ മകനായ ഈ യാക്കോബ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഈ യാക്കോബിനെ പറ്റി എവിടെയൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം പറഞ്ഞേക്കുന്നത് അൽഫായുടെ മകനായ യാക്കോബ് എന്ന് തന്നെയാണ്. അതായത് ഈ യാക്കോബിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലും, അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി നാമം പേര് പറയുന്നത് എപ്പോഴും അൽഫായുടെ മകനായ യാക്കോബ് എന്ന് തന്നെയാണ്. ഈ യാക്കോബ് നമ്മൾ ഈ വാക്യങ്ങളും വാചകങ്ങളും ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മത്തായി എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചായിരുന്നു. മത്തായി എന്ന് പറയുന്ന ശിഷ്യനും ഈ ശിഷ്യൻ്റെ സഹോദരനാണ് ഈ യാക്കോബ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് മത്തായിയും ഈ ചെറിയ യാക്കോബും ഒരേ അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ്, അല്ലെങ്കിൽ ഇവർ സഹോദരങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 56, 57 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ വാക്യങ്ങളിലൊക്കെ ഈ അൽഫായുടെ മകനായ യാക്കോബിനെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇതൊരു ശരിക്കും ന്യായമായ ഒരു ഊഹം മാത്രമാണ്. ശരിക്കും കാര്യം അന്നത്തെ കാലത്ത് പല ആളുകൾക്കും 2 പേരൊക്കെ ഉള്ളതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അൽഫായുടെ മകനായ യാക്കോബ്, അല്ലെങ്കിൽ ചെറിയ യാക്കോബ് എന്ന് പറയുന്നു. ഇവിടെ ഈ യാക്കോബിനെ പരിചയപ്പെടുത്തുന്നു. ഇനിയും ചെറിയ യാക്കോബ് എന്ന് പറയാൻ ചിലപ്പോൾ കാരണം ഇദ്ദേഹത്തിന് നീളം കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് നീളം കുറവായതുകൊണ്ടായിരിക്കാം ചെറിയ യാക്കോബ് എന്നൊക്കെ പറയാനായിട്ട് കാരണം എന്ന് പറയുന്നു. ഓക്കെ, ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അധികമൊന്നും ഇതിനകത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ശിഷ്യനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ചരിത്ര പുസ്തകങ്ങളിലൊക്കെയോ ഇദ്ദേഹത്തെക്കുറിച്ച് അധികം എക്സ്പ്ലനേഷനുകളോ അല്ലെങ്കിൽ അധികം വിവരണങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് യേശുവിൻ്റെ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യനായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. എന്നാൽ ഇദ്ദേഹത്തെ യേശു വിളിച്ചതിനെ പറ്റിയോ ഇദ്ദേഹം എങ്ങനെ യേശുവിൻ്റെ കൂടെ ആയതിനെ പറ്റിയോ ഒന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നാൽ ഇദ്ദേഹത്തെ പറ്റി ചില പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇവരൊക്കെ മസിഹായുടെ വരവ് കാത്തിരുന്ന ഒരു കൂട്ടം ആളുകളിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ മസിഹ എന്നാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ, യേശു അപ്പച്ചനെ മസിഹായായി കരുതിയത് കൊണ്ടാണ് ഇദ്ദേഹവും എന്ത് ചെയ്യുന്നത്, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ കാരണം, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇദ്ദേഹവും ചേർന്ന് യേശുവിനൊപ്പം സഞ്ചരിക്കാനുണ്ടായ കാരണം ഇദ്ദേഹവും യേശു കർത്താവിനെ ദൈവമായി അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹവും അങ്ങനെ പോയത് എന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ ചില പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പല രാജ്യങ്ങളിലും പേർഷ്യയിലൊക്കെ പോയി പ്രസംഗിക്കുകയും അവസാനം ഇദ്ദേഹത്തിൻ്റെ അന്ത്യവും മറ്റ് ശിഷ്യന്മാരെ പോലെ തന്നെ ഇദ്ദേഹവും രക്തസാക്ഷിയായി, കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ഈ ശിഷ്യനും, അതായത് അൽഫയുടെ മകനായ യാക്കോബ് എന്ന് പറയുന്ന ചെറിയ യാക്കോബും യേശു മറ്റുള്ള ശിഷ്യന്മാരെ പോലെ തന്നെ മിക്കവാറുമുള്ള യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തെയും രക്തസാക്ഷിയായി, അല്ലെങ്കിൽ ഇദ്ദേഹവും കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്തു നൽകി എന്നാണ് നമുക്ക് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇതിനൊന്നും വ്യക്തമായ തെളിവുകളോ രേഖകളോ ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നമുക്ക് അങ്ങനെ ഊഹിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ യാക്കോബിനെ കുറിച്ച് ഉള്ള ചെറിയൊരു വിവരണം മാത്രമേ നമുക്ക് ഈ ശിഷ്യനെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്ന ഓരോ ശിഷ്യന്മാരെ കുറിച്ച് നിങ്ങളൊന്നുകൂടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇന്ന് പഠിച്ച ശിഷ്യനെ പറ്റി വളരെ ചെറുതായ വളരെ ലഘുവായ ഒരു വിവരണം മാത്രമാണ് നമുക്ക് ലഭ്യമായ വിവരണങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ശിഷ്യനെ കുറിച്ചും പഠിച്ചു. ഇന്ന് പഠിച്ച ശിഷ്യന്റെ പേര് എന്താണ്? അൽഫയുടെ മകനായ യാക്കോബ്, അല്ലെങ്കിൽ ചെറിയ യാക്കോബ് എന്ന് പറയുന്ന യേശുവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെടുന്ന ഒരു പ്രധാന ശിഷ്യനായിരുന്നു. ഓക്കെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം അടുത്ത ആഴ്ചയിൽ നമുക്ക് അടുത്ത ശിഷ്യനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദിനം പഠിക്കാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നതിൽ കർത്താവേ, ഈ ശിഷ്യനെക്കുറിച്ചും അൽഫയുടെ മകനായ യാക്കോബിനെ കുറിച്ചും പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചിട്ട് കർത്താവേ, ചരിത്രങ്ങളിൽ അധികം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ശിഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്ന കർത്താവേ, നിന്റെ ശിഷ്യഗണത്തിൽ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ അവനെയും അദ്ദേഹത്തെയും നീ യോഗ്യനാക്കിയതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, പേരും പെരുമയും ഒന്നുമല്ല, മറിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞങ്ങളെയും സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സഹായിച്ചാട്ടെ, അവരെ നീ ബലപ്പെടുത്തിയാട്ടെ, നിന്റെ കരങ്ങളിൽ പൊതിഞ്ഞാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.